السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ദീ തുവയിൽ താമസിക്കുന്നത് മക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മൻ നസല ബിദീ തുവൻ ഇദാ റജഅ മിൻ മക്കത്ത. നാഫിയ വിശദീകരിക്കുന്നു, എപ്പോഴൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മക്കയെ സമീപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മക്കയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ദീ തുവ താഴ്വരയിൽ രാത്രി താമസിക്കുമായിരുന്നു, നേരം വെളുക്കുന്നത് വരെ. എന്നിട്ട് അദ്ദേഹം മക്കയിൽ പ്രവേശിക്കുമായിരുന്നു. തിരിച്ച് മക്കയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം ദീ തുവയിൽ കൂടിയായിരുന്നു പോയിരുന്നത്. അവിടെ രാത്രിയിൽ നിൽക്കുമായിരുന്നു, നേരം വെളുക്കുന്നത് വരെ. അദ്ദേഹം പറയുമായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. عن نافع عن ابن عمر رضي الله عنهما أنه كان إذا أقبل بات بذي طوى حتى إذا أصبح دخل وإذا نفر مر بذي طوى وبات بها حتى يصبح وكان يذكر أن النبي صلى الله عليه وسلم كان يفعل ذلك. ഹജ്ജിൻ്റെ സമയത്ത് കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അത്തിജാറത്തി അയ്യാമൽ മൗസിമി വൽ ബൈഇ ഫി അസ്വാഖിൽ ജാഹിലിയ്യത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഉൽ മജാസും ഉഖാസും രണ്ട് ചന്തകൾ ആയിരുന്നു മക്കയിലെ. അവിടെ ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള സമയത്ത് അവർ ഉപയോഗിച്ചിരുന്നു. അത് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആളുകൾ അത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ പോയി വിലപേശാനും കച്ചവടം ചെയ്യാനും. ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ നിങ്ങളുടെ മേലിൽ പാപം ഒന്നും ഇല്ല, നിങ്ങൾ ജീവിതമാർഗം തേടിയാൽ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ജീവിതമാർഗം ഹജ്ജ് സമയത്ത് ആണെങ്കിലും കച്ചവടം ചെയ്തുകൊണ്ട്. രണ്ടാമത്തെ സൂറത്ത് 198 ആയത്ത്. ചെറിയ കാര്യമാണെങ്കിൽ പോലും ജാഹിലിയ കാലത്തിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് ചെയ്യാൻ. قال ابن عباس رضي الله عنهما كانوا ذو المجاز ووقاض متجر الناس في الجاهلية فلما جاء الإسلام كأنهم كرهوا ذلك حتى نزلت ليس عليكم جناح أن تبتغوا فضلا من ربكم. البقرة 198. ഫി മവാസിമിൽ ഹജ്ജ്. അൽ മുഹസ്സബിൽ നിന്ന് യാത്ര തിരിക്കുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. ലിഅദ്ദിലാജി മിനൽ മുഹസ്സബി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, സഫിയ്യയ്ക്ക് ആർത്തവം ആയി നഫർ ദിവസം, അതായത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് യാത്ര തിരിക്കുന്ന ദിവസം. എന്നിട്ട് അവൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഞാൻ ഇവിടെ തടഞ്ഞു നിർത്തും എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറ ഹൽഖ. അവൾ തവാഫ് ചെയ്തോ, തവാഫിൽ ഇഫാദ നഹർ ദിവസം, ബലി ദിവസം എന്ന് ചോദിച്ചു. ആരോ മറുപടി പറഞ്ഞു ഉവ്വ എന്ന്. എന്നാൽ നിങ്ങൾ പൊക്കോ എന്നും പറഞ്ഞു. عن عائشة رضي الله عنها قالت حاضت صفية ليلة النفر فقالت ما راني إلا حابستكم. قال النبي صلى الله عليه وسلم أقرأ حلقة أطاف يوم النحر قيل نعم قال فانفري. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. ഹജ്ജ് മാത്രം ചെയ്യാനുള്ള നിയ്യത്തോടു കൂടിയാണ് യാത്ര തിരിച്ചത്. ഞങ്ങൾ മക്കയിൽ എത്തിയപ്പോൾ ഞങ്ങളോട് ഇഹ്റാം അഴിക്കാൻ ഉത്തരവിട്ടു. അത് നഫ്ര അല്ലെങ്കിൽ യാത്ര തിരിക്കാനുള്ള ദിവസത്തിൻ്റെ രാത്രി ആയിരുന്നു. സഫിയ്യ ബിന്ത് ഹുയയ്യ് ആർത്തവം ആയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽഖ അഖറ. എനിക്ക് തോന്നുന്നു അവൾ നമ്മളെവിടെ തടഞ്ഞു നിർത്തും എന്നാണ്. എന്നിട്ട് അവരോട് ചോദിച്ചു, നീ തവാഫുൽ ഇഫാദ ചെയ്തോ എന്ന് ചോദിച്ചു, നഫർ ദിവസം, ബലി ദിവസം. അവർ മറുപടി പറഞ്ഞു ഉവ്വ. അദ്ദേഹം പറഞ്ഞു, എന്നാൽ യാത്ര തിരിച്ചോളൂ. ഞാൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഉംറ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നീ തന്നെ പോയി ഉംറ ചെയ്തോ. എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. രാത്രിയുടെ അവസാനയാമത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കാത്തു നിൽക്കുക. عن عائشة رضي الله عنها قالت خرجنا مع رسول الله صلى الله عليه وسلم لا نذكر إلا الحج فلما قدمنا أمرنا أن نحل فلما كانت ليلة النفر حاضت صفية بنت حيي فقال النبي صلى الله عليه وسلم حلقة أقرأ ما أراها إلا حابستكم. ثم قال كنت طفتي يوم النهر؟ قالت نعم. قال فانفري. قلت يا رسول الله إني لم أكن حللت. قال فاعتمري من التنعيم. فخرج معها أخوها فلقيناه مدلجا فقال موعدك مكان كذا وكذا.
അല്ലാഹു അക്ബർ. അങ്ങനെ ഈ കിതാബും ഈ ബാബും തീർന്നു. ഹജ്ജ് എന്ന ബാബ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ 2 കിതാബുകളാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. അതായത് വാല്യം 1 വാല്യം 2. ഏകദേശം 1800ഓളം ഹദീസുകളും കണ്ടു കഴിഞ്ഞു. ഹജ്ജ് എന്നുള്ള കിതാബിൽ നമ്മൾ ഹജ്ജിൻ്റെ നിയമങ്ങൾ അഗാധമായിട്ട് പഠിച്ചു. ഹജ്ജിനെ പറ്റിയുള്ള ഒരുപാട് ആയത്തുകൾ നമ്മൾ കണ്ടു. പലതരത്തിലുള്ള ഹജ്ജുകൾ നമ്മൾ കണ്ടു. ഹജ്ജുൽ ഖിറാൻ, ഹജ്ജുൽ തമത്തു, പിന്നെ ഹജ്ജ് മബ്രൂർ, സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ്, ഹജ്ജിൻ്റെ മവാഖീത്ത് അല്ലെങ്കിൽ ഇഹ്റാം കെട്ടാനുള്ള സ്ഥലങ്ങളെ പറ്റി നമ്മൾ കണ്ടു. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള പ്രത്യേക മീഖാത്തുകളെ നമ്മൾ കണ്ടു. അതായത് ഇഹ്റാം കെട്ടാനുള്ള സ്ഥലങ്ങൾ, പല താഴ്വരകളിൽ വന്ന് നിൽക്കുന്നതും, മക്കയിൽ കയറുമ്പോൾ നിൽക്കുന്നതും, കയറുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഒക്കെ താമസിക്കുന്നതും, പല സ്ഥലങ്ങളിൽ നിൽക്കുന്നത്, ദുൽഹുലൈഫ, ദീ തുവ, മിന, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. തൽബിയത്ത് ചെല്ലുന്നത്, തക്ബീർ ചെല്ലുന്നത് ഇഹ്റാം കെട്ടുമ്പോൾ തൊട്ട്, മുഹ്രിം എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, ധരിക്കാൻ പാടില്ല, ദുൽഹുലൈഫയിൽ രാത്രി താമസിക്കുന്നത്, തൽബിയത്ത് ഉറക്ക ചെല്ലുന്നത്, അള്ളാഹുവിനെ സ്തുതിക്കുന്നത്, കഅബയ്ക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് തൽബിയത്ത് ചെല്ലുന്നത്, താഴ്വരയിലെത്തുമ്പോൾ തൽബിയത്ത് ചെല്ലുന്നത്, ആർത്തവത്തിലുള്ള സ്ത്രീകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇഹ്റാമിലായിരിക്കുമ്പോൾ, ഹജ്ജും ഉംറയ്ക്കും വേണ്ടിയിട്ടുള്ള നിയത്ത് അല്ലെങ്കിൽ ഇഹ്റാം കെട്ടുന്നത്, അല്ലെങ്കിൽ ഹജ്ജിന് മാത്രമുള്ള ഇഹ്റാം കെട്ടുന്നത്, അങ്ങനെ പല രീതിയിൽ പിന്നീട് അത് മാറ്റി നിയത്ത് വയ്ക്കുന്നത്, ഹജ്ജ തമുത്തു, ഹജ്ജൽ ഖിറാൻ, ഹജ്ജൽ ഇഫ്രാദ്, പല തരത്തിലുള്ള ഹജ്ജുകൾ, ഇഹ്റാം എങ്ങനെ അഴിക്കണം, അഴിക്കരുത്, ബലിമൃഗം ഉണ്ടെങ്കിൽ എങ്ങനെ ഇഹ്റാം തീർക്കണം, ബലിമൃഗം ഇല്ലെങ്കിൽ എങ്ങനെ ഇഹ്റാം തീർക്കണം, തവാഫ് കഅബയ്ക്ക് ചുറ്റുമുള്ളതും തവാഫ് സഅയ് അതായത് സഫ മർവയുടെ ഇടയിലുള്ളതും എങ്ങനെയായിരിക്കണം, അത് നിർബന്ധമാണ്. അത് ചെയ്യാത്തവർ നിന്ന് ചെയ്തിട്ട് പോകണം. ആർത്തവത്തിലുള്ള സ്ത്രീകൾ അവിടെ നിന്ന് അത് ചെയ്തിട്ട് വേണം പോവാൻ. ആദ്യത്തെ നവാഫുകളിൽ ഓടിയിരുന്നു. അത് പക്ഷെ അന്ന് മക്കാ മുശ്രിക്കുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും അതും ഒരു സുന്നത്താണ്. ആദ്യത്തെ 3 തവാഫുകളിലാണ് കഅബയ്ക്ക് ചുറ്റും ഓടിയത്. പിന്നീടുള്ള 4 തവാഫുകളിൽ നടക്കുകയായിരുന്നു. മഖാം ഇബ്രാഹിമിൽ നിസ്കരിക്കുന്നത്, കഅബയ്ക്ക് ചുറ്റുമുള്ള തവാഫ് കഴിയുമ്പോൾ 2 റക്അത്ത് തവാഫിൻ്റെ നമസ്കാരം നമസ്കരിക്കുന്നത് മഖാം ഇബ്രാഹിമിൽ. അത് കഴിഞ്ഞിട്ട് വേണം സഅയ് ചെയ്യാൻ പോവാൻ. മക്കയും അവിടെയുള്ള കെട്ടിടങ്ങളുടെയും മഹത്വം, ഹറം അതായത് മക്കയുടെ പരിശുദ്ധി, അതിൻ്റെ മഹത്വം, മക്കയിലുള്ള സമ്പത്ത്, സ്വത്ത്, വീടുകൾ, അതിൻ്റെയൊക്കെ പാരമ്പര്യാവകാശത്തിനെ പറ്റി എന്താണ് നിയമം, മക്കയിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇഹ്റാമൊക്കെ കെട്ടേണ്ടത്, ആ നിയമങ്ങൾ, മക്കയെ തുണിയിട്ട് മൂടുന്നത്, കഅബ പൊളിക്കുന്നത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ്. അബിസീനിയയിൽ നിന്നുള്ള മെലിഞ്ഞ കാലുകളുള്ള ഒരാളാണ് കഅബയുടെ കല്ലുകൾ പൊളിച്ചെടുക്കുന്നത് എന്ന് റസൂൽ കണ്ടു. കറുത്ത കല്ല് ഹജറുൽ അസ്വദിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ തൊടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നേരെ കൈ ചൂണ്ടുന്നത് തിരക്കാണെങ്കിൽ, അതല്ലെങ്കിൽ വടി ചൂണ്ടുന്നത് ഏതെങ്കിലും മൃഗത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ, ചുംബിക്കുന്നത്, നമസ്കാരം കഅബയുടെ ഉള്ളിൽ നിർവഹിക്കുന്നത്, കഅബ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കയറി നമസ്കരിക്കുന്നത്, എങ്ങോട്ട് തിരിഞ്ഞു വേണമെങ്കിലും നമസ്കരിക്കാം. പക്ഷേ കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിക്കുക എന്നുള്ള അത്ര വലിയ നിർബന്ധമൊന്നുമല്ല. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പലപ്പോഴും അതിനുള്ളിൽ കയറാതെ ഒരുപാട് പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. കഅബയുടെ ഉള്ളിൽ തക്ബീർ ചെല്ലുന്നത്, റംല് അതായത് ആദ്യത്തെ തവാഫുകളിൽ ഓടുന്നതിൻ്റെ നിയമം, കറുത്ത കല്ല് ഹജറുൽ അസ്വദിനെ തൊടുന്നത് ആദ്യത്തെ തവാഫിൽ, അവിടെ നിന്നാണ് തവാഫ് തുടങ്ങുന്നത്. ഹജ്ജ് ഉംറയിൽ ഓടുന്നത് ആദ്യത്തെ 3 തവാഫുകളിൽ. മൂലയിലുള്ള കറുത്ത കല്ലിനെ തൊടുന്നത് വടി കൊണ്ടോ കൈ കൊണ്ടോ ആംഗ്യം കാണിക്കുകയോ ചൂണ്ടുകയോ തൊടുകയോ ചെയ്യുന്നത്. കറുത്ത കല്ലിനെ ചുംബിക്കുന്നത്, തവാഫിൻ്റെ ഇടയിൽ ദൂരെയാണെങ്കിൽ കൈ ചൂണ്ടുന്നത് ഹജറുൽ അസ്വദിന് നേരെ. ഹജറുൽ അസ്വദിൻ്റെ മൂലയിലെത്തുമ്പോൾ തക്ബീർ ചൊല്ലുന്നത്, തവാഫ് കഴിയുമ്പോൾ 2 റക്അത്ത് നമസ്കരിക്കുന്നു, പിന്നെ സഫ മർവയിലേക്ക് സഅയ് ചെയ്യാൻ പോകുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ള തവാഫ്, തവാഫിൻ്റെ ഇടയിൽ സംസാരിക്കാമോ, തവാഫിൻ്റെ ഇടയിൽ കയ്യിൽ ചരട് കെട്ടിക്കൊണ്ടിരുന്ന ഒരാളുടെ ചരട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിച്ചു കളഞ്ഞത്, അപ്പോൾ ഉള്ള ചരടും മന്ത്രിച്ചതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലരുത്. തുണിയില്ലാതെ തവാഫ് ചെയ്യുന്നത് മക്കാ മുശ്രിക്കുകളുടെ ജാഹിലിയ കാലഘട്ടത്തിലുള്ളൊരു നിയമമായിരുന്നു. ഖുറൈശികളുടെ ബാക്കി എല്ലാവരും പാപികളാണെന്നും അത് നല്ല മനുഷ്യരല്ല എന്നും അവർക്ക് മാത്രമേ തുണി എടുത്ത് തവാഫ് ചെയ്യാൻ പറ്റൂ എന്നും പാപികളായവരെല്ലാവരും തുണി ഇല്ലാതെ തവാഫ് ചെയ്യണം, അതല്ലെങ്കിൽ മക്കാ മുശ്രിക്കുകളുടെ തുണി വാങ്ങിച്ച് തവാഫ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ തുണിയില്ലാതെയുള്ള തവാഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവ് പ്രകാരം നിർത്തിയത്. ഇനി അടുത്ത കൊല്ലം മുതൽ മുശ്രിക്കുകൾക്ക് ഹജ്ജില്ല എന്നും തവാഫ് തുണിയില്ലാതെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞത്.
7 തവാഫുകൾക്ക് ശേഷം 2 റക്അത്ത് കഅബയുടെ അവിടെ നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവ്. മഖാം ഇബ്രാഹിമിൻ്റെ പുറകിൽ നമസ്കരിക്കുന്നത്. രോഗിയായ ഒരാൾക്ക് ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്തുകൊണ്ട് തവാഫ് ചെയ്യാവുന്നതാണ്. തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ ഹജ്ജാജികൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത്. വെള്ളം കൊടുക്കുന്ന ആളുകൾ മിനായിലേക്ക് പോകാതെ അവിടെ നിന്ന് കൊടുക്കുന്നത് ആ രാത്രിയിൽ പോലും. സംസം വെള്ളത്തിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് നിന്നുകൊണ്ട് കുടിക്കാം എന്ന് നമ്മൾ കണ്ടു. ഹജ്ജുൽ ഖിറാൻ ചെയ്യുന്ന ആളുകളുടെ തവാഫുൽ ഖിറാൻ. തവാഫ് ചെയ്യുമ്പോൾ വുളു ഉണ്ടാവണം. സഫ മർവയുടെ ഇടയിലുള്ള തവാഫ് എന്ന് പറയുന്നത് നിർബന്ധമാണെന്നും അത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണെന്നും ഈ സഫ മർവ എന്നുള്ളത് എന്നും പറയുന്നു. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ സഅയ് ഉണ്ടായിരുന്നു. അപ്പോൾ സഹാബികൾക്ക് മുസ്ലിം ആയി കഴിഞ്ഞപ്പോൾ സഅയ് ചെയ്യാൻ ഒരു മടി ആയി. അപ്പോഴാണ് സഅയ് ചെയ്യണം എന്നുകൊണ്ട് ഉത്തരവ് ആയത് ഖുർആനിലൂടെ. ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും ആർത്തവത്തിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യാം, പക്ഷേ തവാഫ് ചെയ്യാൻ പാടില്ല. പിന്നെ സഅയും ചെയ്യാൻ പാടില്ല. അത് വുളു ഇല്ലാതെയും ചെയ്യാൻ പാടില്ല. ഇത് ശുദ്ധിയായി കഴിയുമ്പോഴാണ് ചെയ്യാൻ പാടുള്ളൂ. 8 ദുൽഹജ്ജിൻ്റെ ദിവസത്തെ ഓരോ രീതികൾ, അല്ലെങ്കിൽ എവിടെയായിരുന്നു ളുഹർ നമസ്കരിച്ചത്, അസർ നമസ്കരിച്ചത്, അങ്ങനെയുള്ളതൊക്കെ ചുരുക്കി നമസ്കരിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. മിനായിലുള്ള നമസ്കാരങ്ങളെ പറ്റി നമ്മൾ കണ്ടു. അറഫ ദിവസത്തിലെ നോമ്പ്. അറുത്ത് കൊടുക്കാൻ കാശില്ലാത്തവൻ, അതായത് ഹദി ബലിമൃഗം ഇല്ലാത്തവർ 3 ദിവസം നോമ്പ് പിടിക്കണമെന്നും മക്കയിൽ തന്നെ ഹജ്ജിനിടയിൽ. തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ 7 ദിവസം നോമ്പ് പിടിക്കണമെന്നുള്ള നിയമം കണ്ടു. അപ്പോൾ അറുത്ത് കൊടുക്കാനുള്ള നിർബന്ധമാണ്. തലമുടി വെട്ടുന്നതിനെ പറ്റി നമ്മൾ നിയമം കണ്ടു. തലമുടി വടിച്ചു കളയുന്നതാണ് നല്ലത്, വെട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ നല്ലത് വടിച്ചു കളയുന്നതാണ്. അറഫയിലേക്ക് ഉച്ചയ്ക്ക് പോകുന്നത് 9 ദുൽഹജ്ജയുടെ ചില ചര്യകൾ, രീതികൾ. അറഫയിൽ മൃഗത്തിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുന്നത്. ളുഹറും അസറും ജമ്മായി അറഫയിൽ നമസ്കരിക്കുന്നത് 2 റക്അത്ത് വീതം. ഖുതുബ ചുരുക്കുന്നത്. അറഫ ദിവസം വലിയ പ്രസംഗം പ്രസംഗിക്കാതിരിക്കുന്നത്. അറഫയിലേക്ക് ബക്ക് പിടിച്ച് പോകുന്നത്. അറഫയിൽ താമസിക്കുന്നത്. അറഫയിലേക്ക് പോകുമ്പോൾ സ്പീഡിൽ പോകേണ്ട കാര്യമില്ല, മിതമായ സ്പീഡിൽ പോയാൽ മതി. അറഫയ്ക്കും ജമ്മിനും ഇടയിൽ, അതായത് മുസ്ദലിഫയിൽ ഇറങ്ങി മലമൂത്ര വിസർജനം ചെയ്യുന്നത്. അറഫയിലേക്ക് പോകുമ്പോൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കാതിരിക്കുന്നതും ശാന്തമായി പോവുകയും ചെയ്യുന്നത്. മൃഗത്തിനെ അടിക്കുകയോ എന്തോ ചെയ്ത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു. മുസ്ദലിഫയിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നത്. മഗ്രിബ് ഇശ ഒരുമിച്ച് നമസ്കരിക്കുന്നത് ജമ്മായിട്ട്. ഒരു ബാങ്ക് വിളിക്കുകയും മഗ്രിബിനും ഇശായ്ക്കും വേറെ വേറെ ഇഖാമത്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അതിനിടയിൽ അല്പം ആഹാരം കഴിക്കുന്നത്. കഴിവില്ലാത്ത ആളുകൾ, അതായത് കുട്ടികൾ, സ്ത്രീകൾ, അവരെ തിരക്ക് ആവുന്നതിന് മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് നേരത്തെ അയക്കുന്നത്. ആണുങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നത്. ജമ്മയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മിനായിൽ നിൽക്കുമ്പോൾ സുബി നമസ്കാരത്തിന് സമയവ്യത്യാസമുണ്ട്. മഗ്രിബ് ഇശ സമയവ്യത്യാസമുണ്ട്, നമ്മളത് കണ്ടിരുന്നു. ജമ്മിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് അല്ലെങ്കിൽ ജമ്മിൽ നിന്ന് എപ്പോഴാണ് യാത്ര തിരിക്കേണ്ടത്? തൽബിയത്ത് തക്ബീർ ചെല്ലുന്നത് നഹർ ദിവസം. ജംറത്തുൽ അഖബ, പിന്നെയുള്ള 2 ജംറകൾ, ഇതിലൊക്കെ എങ്ങനെയൊക്കെയാണ് കല്ലെറിയേണ്ടത്? അവിടെ കല്ലെറിയുമ്പോൾ തക്ബീർ ചൊല്ലുന്നത്, തക്ബീർ ചൊല്ലാതിരിക്കുന്നത്. ബലിമൃഗത്തിനെ അലങ്കരിക്കുന്നത്. നിറമുള്ള കമ്പിളി നൂലുകൊണ്ട് മാലയുണ്ടാക്കി പിന്നെ എന്തോ നിറം പൂശുന്നത്. വഴിയിൽ ബലിമൃഗത്തിനെ വാങ്ങിക്കുന്നത്. ബലിമൃഗത്തിനെ അടയാളപ്പെടുത്തുന്നത്. സ്വന്തം കൈകൊണ്ട് മാല നെയ്തുണ്ടാക്കുന്നത്. സ്വന്തം കൈകൊണ്ട് ബലിമൃഗത്തിനെ അത് അണിയിക്കുന്നത്. ഹജ്ജിന് പോവാതെ തന്നെ ബലിമൃഗത്തിനെ ഹജ്ജിന് പോകുന്ന ആളുകളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. അതിനും മാല ഉണ്ടാക്കി ഇടുന്നതും. അങ്ങനെ ഹജ്ജിന് പോവാതെ ബലിമൃഗത്തിന് മാത്രം അയക്കുന്ന ആൾ മുഹ്രിം ആയിട്ടല്ല, അല്ലെങ്കിൽ ഇഹ്റാമിലുള്ള ആളെ പോലെയല്ല, സാധാരണ മനുഷ്യനെ പോലെയാണ് ജീവിക്കുക. പ്രത്യേകിച്ച് ഹറാമ് നിയമങ്ങളൊന്നും ഇല്ല. പോകുന്ന വഴിയിൽ ബലിമൃഗത്തിനെ വാങ്ങിക്കുന്നത്. പശുക്കളെ ഭാര്യമാരുടെ പേരിൽ അറക്കുന്നത്. മൻഹർ, അതായത് ബലി നടത്തുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ബലി നടത്തുന്നത്. റസൂൽ എവിടെയാണ് ചെയ്തത് അവിടെ. സ്വന്തം കൈകൊണ്ട് അറക്കുന്നത്. റസൂൽ ഒരുമിച്ച് കുറേ ഒട്ടകങ്ങളെ അറുത്തിട്ടുണ്ട് എന്നും ഒരു കാല് കെട്ടിയിട്ട് നിർത്തിക്കൊണ്ടാണ് ഒട്ടകത്തിനെ അറുത്തത് എന്നും നമ്മൾ കണ്ടു. മദീനയിൽ ഉലഹിയ ആടുകളെ അറുത്തിട്ടുണ്ട് റസൂൽ നേരിട്ട്. ഒട്ടകങ്ങളെ മാല ഇടിപ്പിക്കും, അതുപോലെ ഒരു തുണി പുതപ്പിക്കും. ആ തുണി അറക്കുന്നതിന് മുമ്പ് എടുത്തു മാറ്റും. തൊലിയും തുണിയും ദാനമായി കൊടുക്കണം, ഇറച്ചിയും ദാനമായി കൊടുക്കണം. ഇങ്ങനെ അറക്കുന്ന ഇറച്ചി അറക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആൾക്കും ഉപയോഗിക്കാം. പക്ഷേ പശ്ചാത്താപമായിട്ട് അല്ലെങ്കിൽ പ്രതിക്രിയയായിട്ട് ചില വലിയ തെറ്റുകളോ ഒക്കെ ചെയ്തിട്ട് അതിന് പാപമോചനത്തിനായി ചെയ്യുന്ന അറവിൽ നിന്ന് അറക്കുന്ന ആൾക്ക് എടുക്കാൻ പാടില്ല.
തലമുടി വടിക്കുന്നതിൻ്റെ മഹത്വം വെട്ടിച്ചുരുക്കുന്നതിനേക്കാൾ. നഹർ ദിവസം കാബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത്, പിന്നെ പോകാൻ വേണ്ടിയിട്ട് തവാഫുൽ വദാ, വേർപാട് അല്ലെങ്കിൽ വിടവാങ്ങൽ തവാഫ്. നമ്മളിതൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങലാണ്. അതോടുകൂടി റസൂൽ ഏതാണ്ടൊക്കെ കഴിയാൻ പോവുകയാണ്, പ്രവാചകത്വം തീരാൻ പോവുകയാണ്. നമുക്കൊക്കെ അല്പം ബുദ്ധിമുട്ടും ദണ്ണമൊക്കെ ഉണ്ടാവണം. കാരണം റസൂലിൻ്റെ ഹദീസിൽ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ, ആപത്തുകൾ വന്നാൽ എൻ്റെ മരണത്തെ ഓർക്കുക, അതിനേക്കാളും വലിയ ഒരു വിപത്ത് മുസ്ലിം സമൂഹത്തിന് വരാനില്ല. ജംറയിൽ കല്ല് എറിയുന്നത്, അല്ലെങ്കിൽ ജംറകളിൽ കല്ലെറിയുന്നത് താഴ്വരയിൽ നിന്നുകൊണ്ട്, താഴ്വരയുടെ നടുക്ക് നിന്നുകൊണ്ട്, അതിനിടയിൽ ദുആ ചെയ്യുന്നത് കാബയ്ക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട്. ചില ജംറകളിൽ എറിയുമ്പോൾ തക്ബീർ ചെല്ലണം, ചില ജംറകളിൽ എറിയുമ്പോൾ തക്ബീർ ചെല്ലണ്ട. ചെറിയ 7 കല്ലുകളാണ് എറിയുന്നത്. അതവിടെ ജംറയിൽ പോയി കൊല്ലണം എന്നൊന്നും ഇല്ല. ആളുകളുടെ തലയിൽ വീണ് പൊട്ടാത്ത രീതിയിലുള്ള ചെറിയ മണൽത്തരി പോലെയുള്ള എന്തെങ്കിലും ചെറുത്. മറ്റ് ജംറകൾ എന്ന് പറയുന്നത് ജംറത്തു ദുനിയായും ജംറത്തുൽ വുസ്തായും ആണ് എന്ന് നമ്മൾ കണ്ടു. ജംറയുടെ അടുത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം പൂശാം. പിന്നെ തവാഫുൽ ഇഫാദ, തലവടിക്കുക, തവാഫുൽ വദാ, ഇങ്ങനെയൊക്കെയാണ് ഹജ്ജ്. ആർത്തവത്തിലുള്ള സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല. തവാഫുൽ ഇഫാദ നിർബന്ധമാണ്, തവാഫുൽ വദാ നിർബന്ധമില്ല. ഇഫാദ ചെയ്തിട്ടുണ്ടെങ്കിൽ നഹർ ദിവസം അവർക്ക് പോവാം, പിന്നെ ആർത്തവം ആയാലും. അൽ മുഹസ്സബിൽ നിൽക്കുന്നത്, ദീ തുവായിൽ താമസിക്കുന്നത്, ദുൽഹുലൈഫയിൽ താമസിക്കുന്നത്. ഹജ്ജ് ഉംറ ഇതിൻ്റെ ഇടയിൽ കച്ചവടം നടത്താം. അപ്പോൾ അവിടെ ഹറാമൊന്നുമില്ല. നമുക്ക് പോകുമ്പോൾ സാധനങ്ങൾ മേടിക്കുകയോ അല്ലെങ്കിൽ വില പേശുകയോ സാധനങ്ങൾ വിൽക്കുകയോ ഒക്കെ ചെയ്യാം. അതിന് ഖുർആൻ്റെ ആയത്ത് തെളിവായിട്ട് ഉണ്ട്. കാരണം ജാഹിലിയ കാലത്ത് ഉള്ള ഹജ്ജിൽ കച്ചവടമായിരുന്നു മെയിൻ. അപ്പോൾ സഹാബികൾക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. അവരോട് സാരില്ല, പേടിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് അത് ചെയ്തത്. അൽ മുഹസ്സബിൽ രാത്രി താമസിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഹജ്ജ് എന്നുള്ള അധ്യായം തീർന്നു. അതോടൊപ്പം 2ാമത്തെ വാല്യവും തീർന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ നമുക്ക് 3ാമത്തെ വാല്യവുമായി വീണ്ടും കാണാം. ദുആ ചെയ്യുക. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.